ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഫോർത്ത് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ നമ്മൾ അയൺ ടൂൾസ് ആഹന്മാരൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ മൈനിങ്ങിന് പോയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഡയമണ്ട് കണ്ടായിരുന്നു, അത് നമുക്ക് എടുക്കാമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, കാശി നമ്മളെ വേണ്ടി വന്നിട്ടുണ്ട്. അതാരും കണ്ടില്ല, എന്നാലും കാണാനുള്ളവരൊന്ന് കണ്ടു നോക്കും. അപ്പം നമ്മൾ ആ കേവിനടുത്ത് പോയി ഡയമണ്ട് എടുക്കാം. പിന്നെ ഇവന് സംസാരിക്കാൻ പറ്റൂല, ലാഗ് കാരണം കൊണ്ട് മെസ്സേജ് ഇട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ റെവീനകത്താണ് നമ്മൾ ഡയമണ്ട് ഇട്ട് വെച്ചത്. നമ്മളിപ്പോൾ അയൺ ടൂൾസും ആർമറും ഗിയറൊക്കെ ഉണ്ട്, ഷീൽഡൊക്കെ ഉണ്ട് നമ്മൾ. അതുകൊണ്ട് കുഴപ്പമില്ല, ഏത് മൂവ് വന്നാലും നമ്മൾ തോപ്പിക്കും. വാർഡ വിളിച്ച് വാർഡനൊന്നും കാണില്ല ഇവിടെ. പിന്നെ ബെഡ്റോക്ക് ആയതുകൊണ്ട് പിന്നെ പറയത്തില്ല, 10-20 സോംബിയെ വിറ്റ് വല്ലോ സ്പോണായ പിന്നെ ചത്തിരിക്കും. ഇവിടെ നിന്ന് താഴോട്ടായിരുന്നു ഇത്. ഓക്കെ, വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് പോവാം. കുറച്ച് എവിടെയായിരുന്നു ഡയമണ്ട് കിട്ടിയത് നമുക്ക്? അതുകൊണ്ട് ഡയമണ്ട് അതാ വേണ്ടി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരിക്കുന്നവർ ചായന്നത് എടുക്കാം. അതവിടെ മണ്ടയിൽ ഡയമണ്ട് ഉണ്ട്. ഓ, 3 കിട്ടിയത് സെറ്റ്. ടെമ്പറേച്ചർ എറർ, ഫോൺ കത്താണ് എൻ്റെ. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഒന്ന്, രണ്ട് ഡയമണ്ട് കിട്ടി. രണ്ടല്ല, 3 ഓക്കെ, എത്ര ഡയമണ്ട്? എനിക്ക് 3 കിട്ടി. ഇതിൽ നിൽക്കണം. നമ്മളെ മൊത്തത്തിൽ 6 ഡയമണ്ട് ആയി. ഞാൻ എപ്പോൾ ഡയമണ്ട് എടുത്താലും ഞാൻ അതിൻ്റെ ചുറ്റും കുഴിച്ച് നോക്കും, കുറച്ചുകൂടെ ഡയമണ്ട് ഉണ്ടാകുന്നറിയാം. ഇങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ ഇനി ഉണ്ടായിരുന്നൊരു ഡയമണ്ട് 2 കൂടുതലുണ്ട്. ഇതൊന്നുമില്ലല്ലോ. എവിടെ കുറച്ചുകൂടെ ഇവിടെ നിന്ന് മണ്ടയിലോട്ടായിരുന്നു ഡയമണ്ട്. ഇവിടെ മണ്ടയിലായിരുന്നു ഡയമണ്ട്. അതല്ല എൻ്റെ അടിയിൽ. ഡയമണ്ട് കുറച്ചുണ്ട് ഇവിടെ. 3, 4. ഡയമണ്ട് എത്ര കിട്ടുന്നത്? ഏറ്റവും നമ്മൾ റിച്ചായി 7 ഡയമണ്ട്, 10 ഡയമണ്ടായി മൊത്തത്തിൽ. ഈ വേൾഡ് കൊള്ളാം. 7 ഡയമണ്ട്. ഡയമണ്ട്
അതൊക്കെയാണ് ഒരു വിച്ച്. ഇവിടെ ആമത്തിസ്റ്റ് ഡിയോഡുണ്ട്. ലാവയും കിട്ടി, സെറ്റ്. ഇനി നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. അവനെന്താ അയണും കൂടെ കിട്ടി കുറച്ച്. അപ്പോൾ ഗൈസ്, നമുക്ക് ഒഫീഷ്യലായിട്ട് വഴി മാറിപ്പോയിട്ടുണ്ട്. ഇനി മേലോട്ട് സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ സർഫസ് എത്തിയിട്ട് അവിടെ ഒന്ന് പോവാം. വേഗം മതി, എനിക്ക് കോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. മേലോട്ട് പോവാ. വഴിയൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ ഏത് വഴി? ഇതൊക്കെ എവിടെ? ഇങ്ങോട്ട് പോയി നോക്കാം. കിട്ടി കിട്ടി വീഡിയോ കിട്ടി. രക്ഷപ്പെട്ടു. വെച്ച് നമ്മൾ ലോസ്റ്റ് ആയിരുന്നു. വന്ന കിടന്ന് ഉറങ്ങിട്ട്. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. എവിടെ? അതൊക്കെയാണ് 2 കൊച്ചുങ്ങളും ഒരു വലിയ സോംബികൾ. കുഴപ്പമില്ല. സെറ്റ്. നമ്മള് റിച്ചായി. കുറച്ച് കൂപ്പർ, കുറച്ചല്ല തോനെ കൂപ്പർ ഉണ്ടായിരുന്നു. അതുകൂടെ അതിനകത്ത് എടുത്ത് വയ്ക്കാം. ഓക്കെ. ഇത് നമ്മളെ വില്ലേജറിനെ പിടിച്ചിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നത് മനസ്സിലാവും. ഇത് മാർക്ക് ചെയ്യാനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ ചെറുക്കന് കഴപ്പില്ല. സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാകാൻ പോകുന്നു. സൂപ്പർ സ്മെൽറ്റർ ഉണ്ടായാൽ കുറച്ചുകൂടെ അയൺ വേണം. നമ്മളുള്ള അയൺ അത്രയും കൂടെ തീർത്തു. ഇവന്റെ ഇരിക്കുന്ന ഡിസൈൻ അത് മതിയാണ്. അയൺ തീർന്ന അയൺ കണ്ട.
3 ഹോപ്പർ വേണം. 9 അയൺ തികയില്ല. ഒരു ഹോപ്പർ ഉണ്ടാക്കാൻ എത്ര അയൺ വേണം? 5 അയണാണ്. 15 അയൺ വേണം. വാട്ട് 9 ഇനി 6 എണ്ണം കൂടെ വേണം. പിന്നെ എന്തോ വാല്യൂ പിടിച്ചിരിക്കുന്നു. ഇത് വാല്യൂ മനസ്സിലായില്ല. ഇവിടെ വെക്കുന്ന ഞാനിവിടെ എടുക്കണം. ഇവൻ്റെ ഫുഡ് എടുക്കാം പറ്റി. കോപ്പർ വെച്ച് ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് അമ്മാരെ അതൊന്നും ആഡ് ചെയ്യൂല. ഒരേ ബേബി മോബ്സിനെ അപ്ഡേറ്റ് ചെയ്തോണ്ടി. അപ്പോൾ ഗൈസ് നമ്മൾ പോയി കുറച്ച് അയണൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചല്ല, എൻ്റെ തന്നെ ഇപ്പോൾ 45 അയണായി. വീട്ടിലിരിക്കുന്ന അയണും കൂടെ ആകുമ്പോൾ ഒരു 55 കിലോ ആവും. അതൊന്നുമില്ല. കോബിൾ സ്റ്റോണിൽ റേറ്റ് ഉണ്ടാകും. വേണം തോന്നുന്നു. ഫോണ് ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡ് നമുക്ക് സൂപ്പർ സ്മെൻഡർ ഉണ്ടാക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.